ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കഥാമുഹൂർത്തങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. വിദ്വേഷത്തിന്റെയും കുശുമ്പിന്റെയും ഒരു വശത്ത് സുമിത്രയും ഹേമയും കരുക്കൾ നീക്കുമ്പോൾ മറുവശത്ത് കൺമണിയുടെ വിജയത്തിന്റെ തിളക്കത്തിൽ അസ്വസ്ഥയാകുന്ന ആന്റിയമ്മയെ നമുക്ക് കാണാം. സുമിത്ര ഇപ്പോൾ ഏതായാലും ഹേമയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വെറുതെ വന്നതല്ല സുമിത്ര, മനസ്സ് നിറയെ വിഷവുമായിട്ടാണ്. മാനസയുടെ അവസ്ഥയെക്കുറിച്ച് അതിശയോക്തി കലർത്തി സംസാരിച്ച് ഹേമയുടെ മനസ്സിൽ കൃഷ്ണനോടും കൺമണിയോടും കടുത്ത വെറുപ്പ് നിറയ്ക്കുകയാണ് സുമിത്ര. നമ്മുടെ മാനസ അവിടെ നരകിക്കുകയാണ് ഹേമ. കൃഷ്ണൻ കൺമണിയും കാരണമാണ് അവൾക്ക് ഇന്ന് ഈ ഗതി വന്നത്. സുമിത്രയുടെ വാക്കുകളിൽ വീണുപോയ ഹേമയാണെങ്കിൽ എങ്ങനെയെങ്കിലും മാനസയെ പുറത്തിറക്കണമെന്ന വാശിയിലാവുന്നു. മാനസയെ പുറത്തിറക്കിയാൽ ഉടൻ ബലരാമനുമായുള്ള വിവാഹം നടത്തണമെന്നും സുമിത്രയുടെ ഉപദേശവും ഹേമ ശിരസ വഹിക്കുന്നു. ജയമോഹനും മാനസയോടുള്ള ദേഷ്യം മാറ്റിയെടുക്കാനും ഹേമ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. സുമിത്രയുടെ വീട്ടിൽ തടങ്കലിൽ കഴിയുന്ന ബലരാമനും ഭാഗ്യശ്രീ നിരാശയുടെ അഗാധതയിലാണ്. എങ്കിലും തന്റെ പ്രിയപ്പെട്ട കൃഷ് തന്നെ രക്ഷിക്കാൻ എത്തുമെന്ന പ്രതീക്ഷ ബലരാമൻ കൈവിടുന്നില്ല. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ബലരാമൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും വീൽചെയറിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യാതെ വേദനയോടെ അദ്ദേഹം വീണ്ടും തളർന്നിരിക്കുകയാണ്. ഭാഗ്യശ്രീയാണ് എപ്പോഴും വേദനകൾക്കിടയിൽ ബലരാമന് സാന്ത്വനമേകുന്നത്. കൺമണിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ സന്തോഷത്തിൽ സുജാത ആന്റിയമ്മയുടെ അടുത്തേക്ക് വരുന്നു. ചാനലുകാർ വീട്ടിലേക്ക് എത്തുന്നു എന്ന വാർത്ത ആന്റിയമ്മയ്ക്ക് ഒട്ടും തന്നെ ദഹിക്കുന്നില്ല. ക്യാമറയ്ക്ക് മുന്നിൽ സാഗർ കൺമണിയെ വാനോളം പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. കൺമണി കൃഷിന്റെ ഭാര്യയായത് കൺമണിയുടെ ഭാഗ്യമല്ല, മറിച്ച് കൃഷിന്റെ ഭാഗ്യമാണ് എന്നൊക്കെ സാഗർ പറഞ്ഞപ്പോ ഈ വാക്കുകളെല്ലാം കേട്ട് കൃഷ്ണൻ കൺമണിയും പ്രണയപൂർവ്വം പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നു. ഇവരുടെ പ്രണയത്തിന്റെ ആഴത്തെക്കുറിച്ച് ചാനലുകാർ ചോദിച്ചപ്പോൾ ആ ബന്ധത്തിന്റെ ദൃഢത എല്ലാവർക്കും ബോധ്യമായി. എന്നാൽ ഇതൊന്നും കണ്ട് സഹിക്കാനാവാതെ ചാനലുകാർ പോയ ഉടനെ ആന്റിയമ്മ വീട്ടിൽ വഴക്ക് തുടങ്ങുകയാണ്. മാനസയോട് ചെയ്ത ചതി തനിക്ക് പൊറുക്കാനാവില്ലെന്നും കൺമണിയെ അംഗീകരിക്കില്ലെന്നും ആന്റിയമ്മ ആക്രോശിക്കുമ്പോൾ കൃപ തക്കതായ മറുപടി നൽകി ആന്റിയമ്മയുടെ വായ അടപ്പിക്കുന്നുണ്ട്. മറുവശത്ത് ധനലക്ഷ്മിയുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കൺമണിയോടും മറ്റുള്ളവരോടും വളരെ സ്നേഹത്തോടെയാണ് ധനലക്ഷ്മി ഇപ്പോൾ പെരുമാറുന്നത്. എന്നാൽ കൺമണിക്ക് ഈ മാറ്റം പൂർണ്ണമായി വിശ്വസിക്കാനായിട്ടില്ല. ഇത്ര പെട്ടെന്ന് ഒരാൾ മാറുമെന്ന് കരുതാൻ വയ്യ. നമ്മളൊന്നും സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് കൺമണി ശ്രീനിയോട് തന്റെ ആശങ്ക പങ്കുവയ്ക്കുന്നു. സുമിത്ര പിന്നെ ജയിലിലെത്തി മാനസയെ കാണുന്നുണ്ട്. നിന്നെ ഞാൻ പുറത്തിറക്കുമെന്നും ബലരാമനുമായിട്ടുള്ള നിന്റെ കല്യാണം ഞാൻ നടത്തുമെന്നും ഉറപ്പ് ലഭിച്ചതോടെ മാനസ ആവേശത്തിലാവുന്നു. പുറത്ത് ഹേമയാകട്ടെ ജയമോഹനെ നിരന്തരം നിർബന്ധിക്കുകയാണ്. ഒടുവിൽ ഹേമയുടെ നിർബന്ധത്തിന് വഴങ്ങി ജയമോഹൻ മാനസയെ പുറത്തിറക്കാൻ സമ്മതിക്കുന്നതോടെ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.